നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിൻ്റെയും മനീഷ് സിസോഡിയയുടെയും ഒക്കെ സർവ്വ കളികളും അറിയുന്ന വ്യക്തിയാണ് അഭിജിത് ദീപ്കയും സംഘവും. അന്നാ ഹസാരെ എന്ന ഗാന്ധിയൻ നടത്തിയ സമരം രാംലീല മൈതാനത്ത് നടത്തിയ സമരമാണ് പിന്നീട് അന്നാ ഹസാരയുടെ അനുയായിയായിരുന്ന കെജ്രിവാളിന് സ്വാർത്ഥ ലാഭത്തിന് ഒരു ബുദ്ധി തോന്നിയതും അത് പിന്നീട് ഒരു പാർട്ടിയായി പരിണമിച്ചതും അത് പിന്നീട് പല അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ ശതകോടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതും ഡൽഹി ഭരിച്ചതും ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നതും ഇനി പല സംസ്ഥാനങ്ങളിലേക്ക് എത്തി നോക്കുന്നതും എല്ലാം. എന്നാൽ ഒരു കാര്യം കെജ്രിവാൾ മറന്നുപോയി, വന്ന വഴി. അതെ, കെജ്രിവാളിനെയും സംഘത്തിനെയും പഞ്ചാബിൽ നിന്ന് തൂത്തെറിയാൻ പല നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി കെജ്രിവാളിൻ്റെ ആം ആദ്മിക്ക് പഞ്ചാബിൽ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശമായിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, അങ്ങനെ പലതിലും ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആം ആദ്മിക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് അവർ അവകാശവാദം പറയുന്നുണ്ടെങ്കിലും നല്ലപോലെ അവർക്ക് ഭയമുണ്ട്. കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം അല്ലെങ്കിൽ ആ മേൽക്കൊയ്മ 2022 അവർ നേടിയ ആധിപത്യം 117-ൽ 92 അഥവാ 4-3 ഭൂരിപക്ഷം എന്ന ഒരു സമഗ്രാധിപത്യമൊന്നും ഇപ്പോൾ കെജ്രിവാളിനും സംഘത്തിനും പ്രത്യാശയ്ക്ക് പോലും വകയില്ല എന്നറിയാം. ഭാഗവന്ത് മാൻ എന്ന പഞ്ചാബ് മുഖ്യമന്ത്രി പല കാരണങ്ങളാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ട് ഒക്കെ പല മീറ്റിങ്ങുകളിലും കോമാളിയെപ്പോലെ പെരുമാറുന്നതും കുടിച്ച് മത്തുകെട്ട് വെള്ളമടിച്ച് പല പാർട്ടി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നതും ഒക്കെ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന വിഷയമാണ്. ഇതേ മണ്ണിനെ തന്നെയാണ് പലതവണ വിമാനത്തിൽ നിന്നും വെള്ളമടിച്ചതിൻ്റെ പേരിൽ, അതായത് മദ്യപിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയത്. അതായത് ഒരു രീതിയിലും ആത്മനിയന്ത്രണമില്ലാത്ത, ഒരു രീതിയിലും ലക്കും ലഗാനുമില്ലാതെ കുടിച്ച് ബോധം കെട്ട് പരസ്യമായി പുലഭ്യം വിളിച്ച് പറയുന്ന ഭാഗവന്ത് മാനിനെയാണ് ജനങ്ങൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. പഞ്ചാബിൻ്റെ സമസ്ത മേഖലയിലും പ്രത്യേകിച്ചും അവിടുത്തെ നിലവിലുള്ള കൾച്ചറിനെ തന്നെ അപഹസിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഭാഗവന്ത് സിംഗ് മാനും ആം ആദ്മി പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ലക്ഷൂറിയസ് ലൈഫ് നയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കെജ്രിവാൾ പഞ്ചാബിൽ വെച്ച് തന്നെയാണ് തൻ്റെ മകളുടെ വിവാഹ റിസപ്ഷൻ ആഡംബരപൂർവ്വം, അതും അത്യാഡംബരപൂർവ്വം നടത്തിയത് എന്നുള്ളതും കോക്രോച്ച് ജനതാ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുക? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പരിപാടികൾ. ഇവർക്കൊക്കെ കലാപരിപാടികൾ നടത്തി വീട്ടിലിരുന്നൂടെ? ഇവരൊക്കെ നാട് സേവിക്കാൻ ഇറങ്ങിയാൽ നാട്ടുകാരുടെ ഗതി എന്തായിരിക്കും? ഫ്രീ ആയി വൈദ്യുതി, വെള്ളം, ഇതൊക്കെയാണല്ലോ ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുള്ള പണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കടം വാങ്ങി കൂട്ടി തള്ളും. അതാണോ ഇതിൻ്റെയൊക്കെ ഏക വഴി? അഭിജിത് ദീപ്കെ ആം ആദ്മിയെ പൊരിച്ചടുക്കുകയാണ്.